വളപട്ടണത്ത് നടന്ന വൻ കവർച്ചയിൽ പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. വളപട്ടണം മന്നയിലെ അരി മൊത്ത വ്യാപാരിയായ KP അഷ്റഫിന്റെ വീട്ടിൽ നിന്നാണ് 1 കോടി രൂപയും 300 പവനോളം സ്വർണവും കവർന്നത്. കിടപ്പുമുറിയിലെ ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന പണവും സ്വർണമാണ് നഷ്ടമായത്. നവംബർ 19-ാം തീയതി അഷ്റഫും കുടുംബവും വീട് പൂട്ടി മധുരയിൽ ഒരു കല്യാണത്തിന് പോയതായിരുന്നു. ഞായറാഴ്ച രാത്രി വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് വീട്ടിൽ മോഷണം നടന്നതറിയുന്നത്. 3 മോഷ്ടാക്കൾ മതിൽ ചാടി വീട്ടുവളപ്പിലേക്ക് കടക്കുന്നതിൻ്റെ വീട്ടിലെ CCTV ക്യാമറയിൽ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട്. അടുക്കള ഭാഗത്തെ ജനലിൻ്റെ ഗ്രില്ല് തകർത്താണ് ഇവർ വീടിനകത്ത് കയറിയത്. വീടിൻ്റെ മതിൽ ചാടിക്കടന്ന മോഷണ സംഘം ആദ്യം വാതിലുകൾ തകർത്ത് അകത്തു കയറാനാണ് ശ്രമിച്ചത്. ഇത് പരാജയപ്പെട്ടതോടെയാണ് അടുക്കള ഭാഗത്തെ ജനൽ ലക്ഷ്യമിട്ടതും. ജനലിൻ്റെ ഗ്രില്ല് തകർത്ത് വീടിനകത്ത് കടന്ന സംഘം ലോക്കർ സൂക്ഷിച്ചിരുന്ന മുറിയിലേക്കാണ് പോയത്. ഇതെല്ലാം മുൻകൂറായി അറിയുന്നത് പോലെ വീടും പരിസരവും കൃത്യമായി മനസ്സിലാക്കിയവരാണ് മോഷണത്തിന് പിന്നിലെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. 19-ാം തീയതി മധുരയിലേക്ക് പോയ വീട്ടുകാർ കഴിഞ്ഞ ദിവസം രാത്രി തിരിച്ചെത്തിയപ്പോഴാണ് വീട്ടിന്റെ അകത്ത് മുഴുവൻ അലങ്കോലമായി കിടക്കുന്നത് കണ്ടത്. തുടർന്ന് പരിശോധന നടത്തിയതോടെയാണ് ലോക്കറിലെ പണവും സ്വർണവും നഷ്ടമായതായി കണ്ടെത്തിയത്. എന്നാൽ മണം പിടിച്ച പോലീസ് നായ പോയത് റെയിൽവേ ട്രാക്കിലേക്കാണ്. വൻ കവർച്ചയുടെ വിവരം പുറത്തറിഞ്ഞതിന് പിന്നാലെ ജില്ലയിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും ഫോറൻസിക് വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി. സംഭവത്തിൽ അന്വേഷണം തുടരുകയാണെന്ന് സ്ഥലത്തെത്തിയ റൂറൽ SP മാധ്യമങ്ങളോട് പ്രതികരിച്ചു. അതിനിടെ സ്ഥലത്തെത്തിയ പോലീസ് നായ വീട്ടിൽ നിന്ന് മണം പിടിച്ച ശേഷം നേരെ ഓടിയത് സമീപത്തെ റെയിൽവേ ട്രാക്കിലേക്കായിരുന്നു. തുടർന്ന് വളപട്ടണം റെയിൽവേ സ്റ്റേഷനിലാണ് പോലീസ് നായ ഓട്ടം നിർത്തിയത്. അതിനാൽ തന്നെ മോഷ്ടാക്കൾ കവർച്ചയ്ക്ക് ശേഷം റെയിൽ മാർഗം രക്ഷപ്പെട്ടിരിക്കാമെന്നാണ് പോലീസിന്റെ സംശയവും. പോലീസ് ഇതിനായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിൽ വർദ്ധിച്ചു വരികയാണ് മോഷണ ശ്രമങ്ങളും മോഷ്ടാക്കളും. ഈയിടെയായി നിരവധി കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. സ്വർണവും പണവും മോഷ്ടിക്കാനായി വീടുകൾ തകർത്ത് കയറുന്നു. എന്നാൽ ഇത്തരക്കാർ മുഖംമൂടിയെല്ലാം ധരിച്ചു വരുന്നത് കാരണം പോലീസിനെ സംശയത്തിലാഴ്ത്തുകയാണ്. സംഭവത്തിൽ വീടിന്റെ വലതുഭാഗത്തെ മതിൽ ചാടിക്കടന്ന് മോഷ്ടാക്കൾ അകത്ത് കയറുന്ന ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഈ ദൃശ്യങ്ങൾ പ്രകാരം കഴിഞ്ഞ 20-ന് രാത്രിയാണ് മോഷണം നടന്നത്. അലമാര തകർത്ത് ബെഡ്റൂമിലെ ലോക്കറിന്റെ കീ എടുത്തു. ശേഷം ലോക്കർ തുറന്ന് സ്വർണ്ണാഭരണങ്ങളും പണവും കൈക്കലാക്കി രക്ഷപ്പെടുകയായിരുന്നു. വീടിന്റെ മുകൾ നിലയിലെ ഒരു മുറിയിലും മോഷണ ശ്രമം ഉണ്ടായിട്ടുണ്ട്. കവർച്ച അന്വേഷിക്കാനായി പ്രത്യേക സംഘത്തെ നിയോഗിച്ചതായി റൂറൽ പോലീസ് മേധാവി അറിയിച്ചിട്ടുണ്ട്. പണം ഞങ്ങൾ തരും.